ഹേ ഗായ്സ്, ദിസ് ഈസ് AJ. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തോട് ഗുഡ് ബൈ പറഞ്ഞ് നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടുപിടിച്ചു. ഇവിടുത്തെ ആ 2 കടലിന് നടുക്കുള്ള ഡ്രൈവ് അവസാനമായി ആസ്വദിച്ച് ഇനി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്ന മിസ്സിങ്ങോട് കൂടിയാണ് അവിടെ നിന്ന് പോയത്. അങ്ങനെ ഏറാട് പള്ളി വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് തിരുനെൽവേലിക്ക് ചവിട്ടി. ഒരു നല്ല ബിരിയാണി കഴിക്കണമെന്ന് കുറെ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അമ്പൂർ സ്റ്റൈൽ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ട്രിവാൻഡ്രത്തെ കുറെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഞാൻ ഈ ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു അമ്പൂർ ബിരിയാണിയുടെ ഒരു ഫാനാണ്. പിന്നെ വയറൊന്ന് തണുപ്പിക്കാൻ ഒരു ഐസ്ക്രീമും കൂടെ കയറ്റി. അവിടെ എത്തിയപ്പോഴാണ് തിരുനെൽവേലി അലുവയുടെ പോപ്പുലാരിറ്റിയെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത്. അമ്മയെ ഒരു തുണിക്കടയിൽ ഷോപ്പിങ്ങിന് വിട്ടിട്ട് ഞങ്ങൾ അലുവ മേടിക്കാൻ പോയി. തിരുനെൽവേലി ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് ഈ കടകൾ. ഒരുപാട് കടകൾ അന്വേഷിച്ച് അവസാനം സാധനം കയ്യിൽ കിട്ടി, യുറേക്ക. അതിന് കാരണം ബാക്കി മിക്ക കടകളിലൊക്കെ 5 മണിക്ക് ശേഷം അലുവ കിട്ടും. ഞങ്ങൾ എത്തിയ 2 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾ അലുവയും പലഹാരങ്ങളും മേടിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ തിരുനെൽവേലി നാഗർകോവിൽ ഹൈവേയുടെ ഭംഗി ആസ്വദിച്ച് നാഗർകോവിലിൽ നിന്നൊരു ചായയും കുടിച്ചു നേരെ കളിയിക്കാവിള ഈ വ്ളോഗിൽ ആഡ് ചെയ്യാനുള്ള കാര്യം കോളേജ് നെസ്റ്റു എന്നെ വിട്ടു പോകുന്നില്ല. അങ്ങനെ തിരുവനന്തപുരം എത്തി വീട്ടിൽ പോയി റെസ്റ്റ്. അങ്ങനെ ധനുഷ്കോടി സീരീസിന്റെ ലാസ്റ്റ് പാർട്ട് ഇവിടെ തീരുകയാണ്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ.